പലപ്പോഴും നമ്മൾ പത്രങ്ങളിലും വാർത്തകളിലും കാണുന്ന കാര്യങ്ങൾക്കപ്പുറം ഓരോ രാഷ്ട്രീയ നീക്കങ്ങൾക്കും സൈനിക ഓപ്പറേഷനുകൾക്കും പിന്നിൽ കൃത്യമായ ചില ലക്ഷ്യങ്ങളും ചരിത്രപരമായ കാരണങ്ങളും ഉണ്ടാകും. അത്തരത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. 1988 നവംബർ 3 മാലിദ്വീപ് എന്ന കുഞ്ഞു രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ദിവസം. അന്ന് സഹായത്തിനായി മാലിദ്വീപ് ലോകശക്തികളായ അമേരിക്കയെയും സോവിയറ്റ് യൂണിയനെയും സമീപിച്ചെങ്കിലും എല്ലാവരും കൈമലർത്തുകയാണ് ഉണ്ടായത്. എന്നാൽ അവിടെയാണ് ഇന്ത്യ എന്ന കരുത്തനായ അയൽക്കാരൻ ഇടപെടുന്നത്. ഏകദേശം 9 മണിക്കൂർ, ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യ ആ രാജ്യത്തെ മരണത്തിന്റെ വക്കിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു. എന്താണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കേവലം ഒരു അയൽക്കാരനെ സഹായിക്കുക എന്നതിലുപരി ഇന്ത്യ എങ്ങനെയാണ് ദക്ഷിണേന്ത്യയിലെ ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറായി മാറിയത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഓപ്പറേഷൻ കാക്ടസ്. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത് ഇന്ത്യയുടെ ഏറ്റവും ധീരമായ ആ സൈനിക നീക്കത്തെക്കുറിച്ചാണ്. വെൽക്കം ടു ദി നൈൽ ഡീകോഡ്. മാലിദ്വീപ് അന്ന് ഭരിച്ചിരുന്നത് മൗമൂൻ അബ്ദുൽ ഗയൂമായിരുന്നു. 1978 മുതൽ അദ്ദേഹം അധികാരത്തിലുണ്ട്. എന്നാൽ ഗയൂമിന്റെ ഭരണത്തിനെതിരെ മാലിദ്വീപിനുള്ളിൽ തന്നെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ബുദ്ധി കേന്ദ്രം അബ്ദുള്ള ലുത്തൂഫി എന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഗയൂമിനെ അട്ടിമറിക്കാൻ മുൻപും 2 തവണ ലുത്തൂഫി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടു. ഇത്തവണ അയാൾ വളരെ കൃത്യമായ ഒരു പ്ലാനുമായാണ് വന്നത്. പക്ഷേ അയാൾക്ക് സ്വന്തമായ ഒരു സൈന്യമില്ലായിരുന്നു. അവിടെയാണ് അയാൾ ശ്രീലങ്കൻ തീവ്രവാദ ഗ്രൂപ്പായ പ്ലോട്ടിനെ സമീപിക്കുന്നത്. എന്താണ് പ്ലോട്ട്? നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള LTTEയുമായി ഇവർക്ക് ബന്ധമില്ല എന്ന് മാത്രമല്ല, അവർ ശത്രുക്കളുമായിരുന്നു. ഉമാമഹേശ്വരൻ നയിച്ചിരുന്ന ഈ ഗ്രൂപ്പിന് അന്ന് ശ്രീലങ്കൻ സൈന്യത്തിൽ നിന്നും LTTEയിൽ നിന്നും വലിയ തിരിച്ചടികൾ നേരിടുകയായിരുന്നു. അവർക്ക് സുരക്ഷിതമായ ഒരു താവളം ആവശ്യമായിരുന്നു. ലുത്തീഫി അവർക്ക് മുന്നിൽ വെച്ച ഓഫർ ഇതായിരുന്നു: എന്നെ മാലിദ്വീപ് പ്രസിഡന്റാക്കാൻ സഹായിച്ചാൽ പകരം മാലിദ്വീപിലെ ചില ദ്വീപുകൾ നിങ്ങൾക്ക് ആയുധം സൂക്ഷിക്കാനും പരിശീലനത്തിനുമായി വിട്ടു നൽകാം. ഇതൊരു പക്ക ബിസിനസ് ഡീലായിരുന്നു. 1988 നവംബർ 3 പുലർച്ചെ ലുത്തൂഫിയുടെ നേതൃത്വത്തിൽ ഏകദേശം 80ഓളം പ്ലോട്ട് അംഗങ്ങൾ വിനോദസഞ്ചാരികളായി നേരത്തെ തന്നെ മാലിയിലെത്തിയിരുന്നു. ബാക്കിയുള്ളവർ കടൽ മാർഗം സ്പീഡ് ബോട്ടുകളിൽ ആയുധങ്ങളുമായി എത്തിയതോടെ മാലി നഗരം സായുധ കലാപത്തിന് സാക്ഷ്യം വഹിച്ചു. അവർ ആദ്യം ലക്ഷ്യം വെച്ചത് പ്രസിഡന്റിന്റെ കൊട്ടാരവും മിലിറ്ററി ആസ്ഥാനവുമാണ്. കമ്മ്യൂണിക്കേഷൻ ടവറുകൾ അവർ പിടിച്ചെടുത്തു. അതോടെ മാലിദ്വീപിന് പുറം ലോകവുമായുള്ള ബന്ധമറ്റു. മാലിദ്വീപിന്റെ സുരക്ഷാ സേനയായ NSS ആകെ പരിഭ്രാന്തരായി. കാരണം അവർക്ക് ഇത്തരം ഒരു അക്രമം നേരിട്ട് പരിചയമില്ലായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഹുസൈൻ ആദം. മിലിറ്ററി ആസ്ഥാനത്തിന് പുറത്ത് കാവൽ നിന്ന ഈ 19കാരനാണ് അക്രമികളെ ഉള്ളിലേക്ക് കടക്കാതെ തടഞ്ഞത്. തന്റെ തോക്കിലെ ഉണ്ടകൾ തീരുന്നതുവരെ അവൻ പോരാടി. അവൻ ആ 10-15 മിനിറ്റ് സമയം അക്രമികളെ തടഞ്ഞു നിർത്തിയത് കൊണ്ടാണ് പ്രസിഡന്റ് ഗയൂമിന് തന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഹുസൈൻ ആദം അന്ന് കൊല്ലപ്പെട്ടു. പക്ഷേ ആ ധീരത ഒരു രാജ്യത്തെ തന്നെ രക്ഷിച്ചു. സ്വന്തം വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഗയൂം ഒരു രഹസ്യ സങ്കേതത്തിൽ നിന്ന് ഉപഗ്രഹ ഫോൺ വഴി ലോകരാജ്യങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അമേരിക്കയ്ക്ക് അവരുടെ സൈന്യം വരണമെങ്കിൽ ഡീഗോ ഗാർച്ചിയിൽ നിന്ന് പുറപ്പെടണം. അതിന് സമയമെടുക്കുമായിരുന്നു. ബ്രിട്ടൻ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് സൈന്യത്തെ അയക്കാൻ പരിമിതികൾ ഉണ്ടായിരുന്നു. സിംഗപ്പൂരും പാകിസ്ഥാനും എല്ലാവരും നയതന്ത്രപരമായ മറുപടികൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി. ഒടുവിൽ രാവിലെ 6:30ഓടെ ഗയൂം ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വിളിച്ചു. ഇന്ത്യയുടെ മറുപടി വളരെ വേഗത്തിലായിരുന്നു. ഒരു വിദേശ രാജ്യത്ത് സൈനിക നീക്കം നടത്തുക എന്നത് വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. പക്ഷേ ദക്ഷിണ ഏഷ്യയിലെ സമാധാനം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണെന്ന് രാജീവ് ഗാന്ധിക്ക് അറിയാമായിരുന്നു. 9 മണിയോടെ ഇന്ത്യൻ സൈന്യത്തിന്റെ 50ാം പാരാ ബ്രിഗേഡിന് നിർദ്ദേശം ലഭിച്ചു. ആഗ്രയിൽ നിന്നാണ് ഇന്ത്യൻ പാരാ ട്രൂപ്പേഴ്സ് പുറപ്പെട്ടത്. മാലി നഗരത്തിനടുത്തുള്ള ഹുൽഹുലെ എന്ന ദ്വീപിലാണ് വിമാനത്താവളം. ഈ വിമാനത്താവളം അക്രമികൾ പിടിച്ചെടുത്തിരുന്നില്ല. രാത്രി 9:30ഓടെ ഇന്ത്യൻ വിമാനങ്ങൾ അവിടെ ലാൻഡ് ചെയ്തു. രാത്രിയിൽ വെളിച്ചമില്ലാത്ത റൺവേയിൽ വിമാനം ഇറക്കുക എന്നത് പൈലറ്റായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ബേക്കറുടെ മിടുക്കായിരുന്നു. വിമാനമിറങ്ങിയ ഉടൻ തന്നെ കമാൻഡോകൾ വിമാനത്താവളം സുരക്ഷിതമാക്കി. അവിടെ നിന്ന് ബോട്ടുകൾ വഴി അവർ മാലി നഗരത്തിലേക്ക് തിരിച്ചു. പുലർച്ചെയായപ്പോഴേക്കും മാലിയിലെ വിഘടനവാദികളെ അവർ തുരത്തി. പ്രസിഡന്റ് ഗയൂമിനെ അവർ സുരക്ഷിതമായി കണ്ടെത്തി. സിഖ് സൈനികരുടെ തലപ്പാവ് കണ്ടപ്പോൾ താൻ സുരക്ഷിതനാണെന്ന് ഗയൂം തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ ലുത്തുഫിയും സംഘവും ഒരു ചരക്കപ്പലിൽ ബന്ദികളുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചു. രക്ഷപ്പെട്ട കപ്പലിനെ പിടികൂടാൻ ഇന്ത്യൻ നേവി രംഗത്തിറങ്ങി.
INS ഗോദാവരി, INS ബെത്വ തുടങ്ങിയ കപ്പലുകൾ അവരെ പിന്തുടർന്നു. ലുത്ഫിയുടെ സംഘം ബന്ദികളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ ഇന്ത്യൻ കമാൻഡോകൾ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ആ കപ്പലിനെ തടയുകയും അക്രമികളെ പിടികൂടുകയും ചെയ്തു. ബന്ദികളായ മാലിദ്വീപ് മന്ത്രി അടക്കമുള്ളവരെ സുരക്ഷിതമായി മോചിപ്പിച്ചു. സാധാരണ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ രക്ഷിക്കാൻ പോയാൽ പിന്നെ അവിടെ സൈനിക താവളം സ്ഥാപിക്കാനോ ആ രാജ്യത്തെ നിയന്ത്രിക്കാനോ ശ്രമിക്കും. എന്നാൽ ഓപ്പറേഷൻ കാക്ടസിന് ശേഷം ഇന്ത്യ എന്ത് ചെയ്തു? സൈന്യത്തെ ഉടൻ പിൻവലിച്ചു. ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രധാന സൈന്യത്തെ ഇന്ത്യ തിരികെ വിളിച്ചു. പിടികൂടിയ ലുത്ഫിയെയും പ്ലോട്ട് അംഗങ്ങളെയും മാലിദ്വീപ് നിയമവ്യവസ്ഥയ്ക്ക് വിട്ടുകൊടുത്തു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ലുത്ഫിയുടെ ശിക്ഷ ഇളവ് ചെയ്യാൻ ഗയൂമിനോട് ശുപാർശ ചെയ്തത് അന്ന് ഇന്ത്യയായിരുന്നു. ഈ നീക്കം ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ മതിപ്പ് വർദ്ധിപ്പിച്ചു. ഇന്ത്യ ഒരു സാമ്രാജ്യത്വ ശക്തിയല്ല, മറിച്ച് വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്താണ് എന്ന സന്ദേശം ഇത് നൽകി. എന്നാൽ ഇന്ന് മാലിദ്വീപിന്റെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. ഇന്ത്യ ഔട്ട് എന്ന ക്യാമ്പയിനുകൾ നമ്മൾ കാണുന്നു. ചൈനയുടെ വലിയ തോതിലുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾ അവിടെ നടക്കുന്നു. എന്നാൽ 1988 ഇന്ത്യ ചെയ്ത ആ സഹായം ഇന്നും അവിടുത്തെ പഴയ തലമുറ മറന്നിട്ടില്ല. ഒരു പ്രതിസന്ധി വരുമ്പോൾ ആദ്യം ഓടിയെത്തുക അയൽക്കാരനായ ഇന്ത്യയായിരിക്കുമെന്ന് ചരിത്രം തെളിയിച്ചതാണ്. ചൈനയുടെ ഡെബിറ്റ് ട്രാപ്പ് ഡിപ്ലോമസി അഥവാ കടം കൊടുത്ത് രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്ന രീതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 1988 ഇന്ത്യ കാട്ടിയത് ഒരു ബിഗ് ബ്രദർ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമായിരുന്നു. കൃത്യമായ ഇന്റലിജൻസ് ഇല്ലാതെ പോലും ഇന്ത്യൻ സൈന്യം കാണിച്ച പ്രൊഫഷണലിസത്തിന്റെയും ഇന്ത്യൻ ഗവൺമെന്റ് കാണിച്ച രാഷ്ട്രീയ ചടുലതയുടെയും കഥയാണ് ഓപ്പറേഷൻ കാക്ടസ്. നൈൽ ഡീകോഡ്സിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.